ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ ഓണ്ടർപ്രനേഴ്സ് ചിന്തിക്കേണ്ടത് നിങ്ങൾ എന്ത് ചിലവാക്കുന്നു എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ എന്ത് ലാഭം നിങ്ങൾക്ക് എടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഞാനിത് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര എനിക്ക് ലാഭം എടുക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഞാൻ രാത്രി ഒരു 3 മണിക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പയ്യനെ പരിചയപ്പെട്ടു. ആളൊരു ഷോപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞു നമ്മുടെ ഈ കോർണറിൽ അറൗണ്ട് 70,000 or 80,000 പേയ്മെൻറ്റ് കൊടുക്കണം. കുറച്ച് അവിടെ ഉള്ളിലോട്ടാണെന്നുണ്ടെങ്കിൽ 25,000 കൊടുത്താൽ മതി, 25,000 ദിർഹംസ് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അത് എടുത്താലോ? അപ്പോൾ ഞാനിങ്ങനെ കൺസൾട്ടിങ് ഒക്കെ ചെയ്യേണ്ടതെന്ന് ആൾ എന്നോട് ചോദിക്കുകയാണ്. അപ്പം ചിന്തിക്കുന്ന ഇതാണ്, ഇവിടെയുള്ള കസ്റ്റമേഴ്സ് അല്ല അവിടെ. ഇവിടെയുള്ള കസ്റ്റമേഴ്സിനെ കണ്ട് അവിടെ ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ബിസിനസ് വരില്ല. ഇതല്ല ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് അവിടെ എക്സ്പെൻസ് ആണ് അവിടെ ചിന്തിക്കുന്നത്. ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ ഓണ്ടർപ്രനേഴ്സ് ചിന്തിക്കേണ്ടത് നിങ്ങൾ എന്ത് ചിലവാക്കുന്നു എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ എന്ത് ലാഭം നിങ്ങൾക്ക് എടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഞാനിത് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര എനിക്ക് ലാഭം എടുക്കാൻ കഴിയും. അത് ഇവിടെ ചെയ്താൽ എനിക്കിവിടെ എത്ത് കിട്ടും. അതെ, കാരണം ഇവിടെ വരുന്ന ആളുകൾ വ്യത്യസ്തമായിരിക്കും. അവിടെ ഇവർ സ്ഥിരമായി വന്നോളും. ചിലപ്പോൾ ഒരു പക്ഷെ അവരെന്ത് പരസ്യം കൊടുത്താലും ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ എത്തിന്ന് വരും. അതെ, സ്ഥിരമായി കിട്ടില്ല. അപ്പോൾ നമ്മൾ മുൻകൂട്ടി കാണാൻ ചിലപ്പോൾ നമുക്ക് കഴിയില്ല. അതെ, അപ്പോൾ ആ റിസ്ക് അവിടെ ഉണ്ട്. ഓബിയസ്ലി റിസ്ക് ഫാക്ടർ. ഇപ്പോൾ ചിലപ്പോൾ കയ്യിൽ പൈസ ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഈ 80,000 കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങോട്ട് പോകാൻ ഫോഴ്സ്ഡ് ആണ്. പക്ഷെ അങ്ങനെ പോകുമ്പോഴും ഈ കസ്റ്റമേഴ്സിനെ കണ്ടിട്ടാവരുത്. അവിടെയുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ കാണും. അവിടെ എന്ത് കസ്റ്റമേഴ്സ് വരും. ഇല്ലെങ്കിൽ ആ പൈസ 10 രൂപയാണെങ്കിൽ അത് പോകും. അപ്പം ചെലവ് കുറയ്ക്കുക. പലപ്പോഴും നമ്മൾ നമ്മളുടെ മക്കളോടും വീട്ടുകാരോടൊക്കെ പറയുന്നത് ചെലവ് കുറയ്ക്കുക എന്നുള്ള. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് നന്നായിട്ടൊന്ന് ആലോചിച്ചു. ഞാൻ ഇപ്പം ഇത്രയും പ്രായമായി ഇപ്പോഴാണ് ആലോചിക്കുന്നത്. ഞാൻ എന്നിട്ട് എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ ഷെയർ ചെയ്തു, ഞാൻ എൻ്റെ മോൾക്ക് ഇത്ര പൈസ മാറ്റിവെക്കാൻ പോവുകയാണ്. എന്തിന്? ഈ പൈസ നിനക്കുള്ളതാണ്. ഇത് സ്പെൻഡ് ചെയ്യുക, എക്സ്പെൻസ് കുറയ്ക്കുക, ഇതൊന്നും പറയില്ല. ഈ പൈസ എങ്ങനെ ഡബിളാക്കാം? ഡബിളാക്കിയാൽ അത് നിൻ്റെ പൈസയാണ്. അതിന് നിനക്ക് എന്തൊക്കെ ചെയ്യണോ അതിന് ഈ പൈസ നിനക്ക് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അവർ ബിസിനസ് ഓണേഴ്സ് ആവണമെന്നില്ല, ബിസിനസ് ചെയ്യണമെന്നില്ല. ഈ പൈസയ്ക്ക് ബുക്സ് വാങ്ങിച്ചിട്ട് സ്കോളർഷിപ്പ് നേടാം, പൈസ ഡബിളാക്കാം, വരുമാനം ഡബിളാക്കാം. യൂട്യൂബിൽ അറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് ബെറ്ററായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുമാന സാധ്യതകളുണ്ട്. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് നിങ്ങൾ ഇരിക്കുന്നിടത്ത് പണം കൊണ്ടുവരുന്ന ലോകമാണ്. അത് ആ മൈൻഡ് സെറ്റ് നമ്മൾ കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഇൻഡിപെൻഡൻറ്റ് ഓണ്ടർപ്രനേഴ്സ്, ആ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാവുന്ന 18 വയസ്സാകുമ്പോഴേക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്, മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റാവുന്ന രീതിയിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ പറ്റാവുന്ന, നമ്മളുടെ ഫ്യൂച്ചർ ഡ്രൈവ് ചെയ്യുന്ന നല്ലൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. പക്ഷെ അവിടെ ചിലവ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ചിലവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്താണ്? അത് നമ്മളിലോട്ട് വന്ന് ചേരും എന്നുള്ളതാണ്. ചിലവുകൾ കൂടുകയല്ലാതെ വരുമാനം വരില്ല. വരുമാനം വന്നാലും ഇതാണ് സ്ഥിതി. ഇത് നമ്മൾക്ക് പേരൻസിൽ നിന്ന് ഇൻഹെറിറ്റഡ് ആണ്. അത് അവരെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ടീച്ചേഴ്സിൽ നിന്ന് ഇൻഹെറിറ്റഡ് ആണ്. കാരണം ദേ ആർ പെയ്ഡ് ലെസ്. നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ലെസ് പെയ്ഡ് ആണ്. അങ്ങനെയുള്ള ടീച്ചേഴ്സും ചിലവ് കുറയ്ക്കാനേ നോക്കുള്ളൂ. അവരോ എന്താണോ ശീലിച്ചത് അതാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെ ഇത്തരത്തിൽ പൈസ കുറയ്ക്കുക എന്ന് പറയുന്നുണ്ടോ അവിടെ നിന്ന് നമ്മളെ മക്കളെ മാറ്റി നിർത്തിയിട്ട് അത് ശീലിപ്പിക്കാതെ വരുമാനം കൂട്ടാൻ എന്ത് ചെയ്യും? വരുമാനം കൂട്ടാൻ ഇപ്പോൾ ഒരാൾക്ക് ഒരു നമുക്കറിയാം, തട്ടുകടക്കാർ അവർ പറയുന്നു, പൈസ പറയുന്നു, അല്ലെങ്കിൽ പച്ചക്കറി കടക്കാർ അവിടെ ചെന്നിട്ട് നെഗോഷിയേറ്റ് ചെയ്ത പൈസ കുറച്ച് കിട്ടും. അത് ലാഭമല്ല. അത് നമ്മളെ മറ്റൊരു അപകടത്തിലോട്ട് തള്ളിവിടുകയാണ്. നമ്മുടെ മൈൻഡ് സെറ്റ് ഒരുപാട് കയറി പോകേണ്ട വിഷയമാണ്. ഇതിന്റെ ഡെപ്തിലേക്ക് ചിലപ്പോൾ നമ്മളെ ഈ ചർച്ചകൾ നമ്മൾ എന്താണോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളെന്താണോ വേണ്ട എന്ന് അതായിരിക്കും നമ്മളിലേക്ക് വരിക എന്നുള്ള ഒരുപാട് ലോ ഓഫ് നാച്ചുറൽ ഉണ്ട്, ഒരുപാട് അവിടെ ഉണ്ട്. അതിലേക്കൊക്കെ കയറിപ്പോയാൽ നമ്മളെ ചർച്ച ഒന്നും തീരില്ല. നമ്മൾ ഈ എക്സ്റ്റേണൽ കസ്റ്റമറിലേക്ക് തന്നെ വരികയായിരിക്കും. ഈ ആളുകളാണ് നാളെ നമ്മളുടെ കസ്റ്റമേഴ്സ്. അപ്പം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ പഠിക്കുവാനും ആ പഠിച്ച് കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ക്വാളിറ്റിയും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കസ്റ്റമേഴ്സ് എപ്പോഴും നമ്മൾ സെയിൽസ് പേഴ്സൺസ് ചെല്ലുമ്പോൾ ഫിയർ ഫാക്ടേഴ്സ് ഉണ്ട്.
ഇവൻ കൊള്ളാമോ, ഇവൻ്റെ പ്രൊഡക്റ്റ് കൊള്ളാമോ, ഇവൻ്റെ കമ്പനി കൊള്ളാമോ, നാളെ ഇവൻ പറ്റിച്ചു പോവോ, ഇവൻ ആഫ്റ്റർ സെയിൽ സർവീസ് തരുമോ, ഉള്ളതാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ സെയിൽ സർവീസ്. ഈ ഫിയർ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതിനൊക്കെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ നമ്മളൊരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യണം. നോളജ് ബേസ്ഡ് ആയിരിക്കാം, ഒരു നല്ല കസ്റ്റമർ ബേസ്ഡ് ആയിരിക്കാം, സർട്ടിഫിക്കറ്റ് ബേസ്ഡ് ആയിരിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഹനീഫയ്ക്ക് പനി വരുന്നു, ഞാനൊരു പാരസെറ്റമോൾ എടുത്ത് തരുന്നു, കുടിക്കുമോ? കുടിക്കില്ല. ഞാൻ ഇത് കഴിച്ചാൽ മതി മാറും എന്ന് പറഞ്ഞാൽ ഹനീഫയ്ക്ക് കുടിക്കില്ല, കുടിക്കാൻ പാടില്ല. കാരണം എനിക്ക് അതിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ല, ഞാനൊരു ഡോക്ടറല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? എൻ്റെ ശരികൾ ശരിയാവണമെന്നില്ല. പക്ഷെ ഞാനൊരു ഡോക്ടറാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഞാനൊരു ക്രെഡിബിലിറ്റി ക്രിയേറ്റ് ചെയ്തു. ഹൈ പോസിബിലിറ്റിയാണ് ഹനീഫയ്ക്ക് കുടിക്കാൻ. അപ്പോൾ ഇത് തന്നെയാണ് ബിസിനസ്സിൽ നടക്കുന്നത്. നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മളൊരു കൺസൾട്ടൻ്റ് ആവണം. അതെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിലേക്ക് ഇറങ്ങും ആദ്യം നമ്മളെ ക്വാളിറ്റി, നമ്മളുടെ മൈൻഡ് സെറ്റ് എല്ലാം ക്ലിയർ ആക്കണം. എന്നിട്ട് ഈ കടലിലേക്ക് നമ്മൾ ഇറങ്ങാൻ പറ്റും. നമ്മൾ ആദ്യം നേരെ തിരിച്ചാണ്. ആദ്യം നമ്മൾ എവിടെയാണ് കളിക്കേണ്ടത് എന്നാണ് അത് നമ്മൾ തീരുമാനിച്ചു. അത് തീരുമാനിച്ചതിന് ശേഷമാണ് എന്ത് ക്രെഡിബിലിറ്റി നമുക്ക് എന്ത് ക്വാളിറ്റി വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. നമ്മൾ ആദ്യം എവിടെയാണ് കളിക്കേണ്ടത് തീരുമാനിക്കുന്നു, നമ്മൾ വീണ്ടും അങ്ങോട്ട് തന്നെ വരികയാണ്. എങ്ങനെയാണ് നല്ലൊരു കസ്റ്റമർ, ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ നിയാസ്ക ഒന്ന് പറഞ്ഞ്, എങ്ങനെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ രീതിയിൽ ഒരു കസ്റ്റമേഴ്സ് എങ്ങനെ അവരുടെ ക്വാളിറ്റി നമ്മൾ കണക്കാക്കുന്നത്? ക്വാളിറ്റി കസ്റ്റമറുടെ കാര്യത്തിൽ നമ്മൾ ആദ്യം വേണ്ടത് നമ്മളെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സംഭവമാണ്. അതായത് നമുക്ക് എന്തൊക്കെ വേണ്ടത്, അതിൻ്റെ പരിചയങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്തിട്ടായിരിക്കണം നമ്മൾ തയ്യാറായി നിൽക്കേണ്ടത്. 2, കസ്റ്റമർ വരുന്ന സമയത്ത് നമ്മളെ സ്മൈലാണ്. നമ്മൾ നിലവിൽ നല്ല ഒരുപാട് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്മൈലാണ്. സ്മൈലിന് ശേഷം നമ്മൾ ചിരിക്കാൻ പോലും മടിക്കുന്ന ആളുകളാണ്. കസ്റ്റമേഴ്സിനോട് ചിരിക്കാൻ പോലും മടിക്കുന്ന നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴേ ഇതന്നെയാണ് ഫസ്റ്റ് ശരിക്കും ബിസിനസ്മാൻ ആയാലും നമ്മളൊക്കെ പഠിക്കേണ്ട എന്താണെന്നറിയാം. നമ്മളെ ഷോപ്പിനകത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവരുത്. മറ്റു ഷോപ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില ബാഡ് എഫക്റ്റുകളൊക്കെ നമ്മളെ ഷോപ്പിൽ നിന്ന് റിമൂവ് ചെയ്യാതെ തന്നെ ഏകദേശം എല്ലാ പ്രശ്നങ്ങളും തീരും. കാരണം അവിടെ ചെല്ലുമ്പോൾ മെയിൻ ചെയ്യുന്നില്ല, നമ്മൾ കുറെ ഇതെടുക്കെന്ന് പറയുമ്പോൾ അവരിങ്ങോട്ട് വരുന്നില്ല, വേറെ എവിടെയെങ്കിലാണ് അവരെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് കയറില്ലല്ലോ, ഒന്ന് ചിരിക്കാൻ പോലും റെഡിയല്ല. വളരെ കറക്റ്റാണ്. നമ്മളെ ഭാഗത്തുനിന്ന് വേണ്ട കാര്യം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ട്. ഓക്കെ, അതായത് സ്മൈല് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവര് ഏത് ഫീലിങ്സിലാണ് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ക്യാച്ച് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ സാറിന് വിളിക്കാം, പിന്നെ സുഹൃത്തെ എന്ന് വിളിക്കാം, ഫ്രണ്ട് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പല രീതിയിൽ ഓരോ ചില നാടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ രീതിയിലൊക്കെ നമുക്ക് ആളെ വിളിക്കാം. അപ്പൊ ഏകദേശം എന്താണെന്ന് വെച്ചാൽ അവര് eye-to-eye കോണ്ടാക്റ്റിലേക്ക് എത്തും. eye-to-eye കോണ്ടാക്റ്റിലേക്ക് എത്തിക്കലാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഈ eye-to-eye കോണ്ടാക്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പിന്നെ ഹൈ ദേഷ്യത്തിലാണോ ആള്, അല്ല ഹാപ്പിയിലാണോ, അതോ നോർമലിലാണോ നമുക്ക് മനസ്സിലാക്കാം. ആ സാഹചര്യത്തിൽ നമ്മൾ ക്യാച്ച് ചെയ്യുന്ന കൊടുത്താണ് നമ്മളൊരു സെയിൽസ്മാൻ ആവുന്നത്. അതിനുശേഷം നമുക്ക് തുടക്കം തന്നെ ചെന്ന് എന്താണ് വേണ്ടത് സാർ എന്ന് ചോദിക്കാൻ പറ്റില്ല. ഈ ഒരു കടമ്പ കടക്കാതെ നമുക്ക് ഒരിക്കലും കഴിയില്ല. റാപ്പോ ബിൽഡിങ്. അതിനുശേഷമാണ് നമ്മൾ പിന്നെ വീണ്ടും നമ്മളെ പ്രൊഡക്റ്റ് നോളജ് എടുക്കേണ്ടത്. അപ്പോൾ അവരുടെ ആവശ്യകത പറയുന്നതിനനുസരിച്ച് നമ്മൾ അവർക്ക് ഒരുപാട് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ആളാവും. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആമസോൺ എടുക്കുകയാണ്, ഒരു ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് എടുക്കുന്ന സമയത്ത് നമ്മളൊരു മോഡല് നമ്മൾ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് ആദ്യം നമ്മൾ അതിൻ്റെ സ്പെക്ക് എന്താണ്, സ്പെസിഫിക്കേഷൻ എന്താണ് എന്നുള്ളതാണ് നോക്കുക. ഈ സ്പെസിഫിക്കേഷനാണ് നമ്മൾ അതിനെ എക്സ്പ്ലോർ ചെയ്ത് കൊടുക്കുന്നത്. ആ സ്പെസിഫിക്കേഷൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് അവർ നോളജ് ആയിരിക്കും. നേരത്തെ രജനീഷ് പറഞ്ഞതുപോലെ ആയ അടുത്താണ് ഞാൻ എത്തിപ്പെട്ടത് എന്നുള്ളത് അവർക്ക് തോന്നും. അപ്പൊ അവിടെ അതായി. അതിന് ശേഷമാണ് നമ്മൾ പ്രൈസിലേക്ക് പോകേണ്ടത്. ഒരിക്കലും അവരോട് നിങ്ങൾ എന്താണ്, എത്ര രൂപയാണ് ഉദ്ദേശിക്കുന്നത്, ഇതൊന്നും ചോദിക്കാൻ പാടില്ല. ഒരിക്കലും അത് ഇപ്പോൾ വരുന്ന ഒരാള് സാമ്പത്തികപരമായി താഴത്തെ ലെവലിലാണ് ഇരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ആളുടെ മുന്നിൽ ഇങ്ങനെ ചോദിക്കുകയാണ് എത്ര രൂപ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് അവർക്കൊരു ഫീലിങ്സിനെ ക്രിയേറ്റ് ചെയ്യണം. സാർ നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യണത് എന്നുള്ളത് ചോദിക്കുമ്പോൾ ആ എക്സ്പെക്ടേഷനനുസരിച്ചുള്ള സംഗതി നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നമ്മൾ കൃത്യമായി അത് എക്സ്പ്ലോർ ചെയ്ത് ക്വാളിറ്റി ചെയ്യും. കസ്റ്റമേഴ്സിനെ ക്വാളിഫൈ ചെയ്യാം. ഈ ക്വാളിഫൈ ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ അത് ചെയ്തതിന് ശേഷമാണ് കൊടുക്കേണ്ടത്.
എന്നതിന് ശേഷം നമ്മൾ കൊടുക്കണം. ഈ കൊടുക്കുന്ന ഈ മൊബൈൽ നമ്മളിപ്പോൾ എന്താണോ, ഇപ്പോൾ ഞാൻ മൊബൈൽ ഫീൽഡിലായതുകൊണ്ട് മൊബൈലുകൾ അതിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് സംസാരിച്ച്, പക്ഷെ ആ സമയത്ത് നമ്മൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് അടുത്ത് ചെല്ലണം. ഇത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. സാർ എന്താണ് വർക്ക്, അപ്പോൾ ആ വർക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ മൊബൈൽ ഉപയോഗിക്കണം. എനിക്ക് മൊബൈലിൻ്റെതായത് കൊണ്ടാണ് ഞാൻ കൂടുതൽ അങ്ങനെ പറയുന്നത്. അതായത് ഈ വർക്കിന് നിങ്ങൾക്ക് ഒന്നുകൂടി ബെറ്റർ ഇതാണ്. അല്ല നിങ്ങൾ പിന്നെ വൈഫിനാണോ ഈ മൊബൈൽ എടുക്കുന്നത്, അല്ലെങ്കിൽ ഉപ്പാക്കാണോ, അച്ഛനാണോ, അമ്മയ്ക്കാണോ ഇതെടുക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അവരോട് കൂടുതൽ അടുക്കാൻ നമുക്ക് കുറച്ചുകൂടി കാരണങ്ങളാവും. പിന്നെ അവർ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ചെന്ന് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും. അപ്പോൾ നമുക്ക് അവരുടെ ഉദ്ദേശം എന്താണെന്നോ ആർക്കാണെന്നോ അതിന് പറ്റിയ മൊബൈൽ അതിനെ കൊടുക്കാൻ കഴിയും. അതും കൂടി കഴിയുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, വലിയൊരു നല്ലൊരു ഫ്രണ്ടാവും. അവർ നമ്മളോട് തന്നെ ചോദിക്കും പിന്നെ അവിടെ 80-20 ആണ് പിന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. 80-20 എന്ന് കഴിഞ്ഞാൽ അവർ പിന്നെ 80% സംസാരിക്കും. എന്താണ് സംസാരിക്കുക, പിന്നെ എവിടെയാണ് സ്ഥലം, എന്താണ് ഈ കമ്പനിയെ കുറിച്ച്, എന്താണ് എങ്ങനെയാണ് ഈ കമ്പനി എത്ര ഉണ്ട്, പിന്നെ എത്ര ഇവിടെ ഉള്ളത്, ഇവിടെ എത്ര വർഷത്തോളമായി, ഇങ്ങനെ ചോദിച്ചു തുടങ്ങും. അവരെ കൂടുതൽ സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് അവർ നമ്മുടെ ഒരു ഫാമിലിയായി. ഈ ഫാമിലിയും കൂടി ആയിക്കഴിഞ്ഞതിന് ശേഷമേ നമ്മളൊരു സാമ്പത്തികത്തിന്റെ കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. സാമ്പത്തിക കൊടുക്കലും വാങ്ങലും ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ വെൽക്കം ചെയ്തിട്ട് വിടാം. അതായത് നല്ല പിന്നെ താങ്ക് യു, നമുക്ക് എത്രത്തോളം റെസ്പെക്ട് ചെയ്ത് അവരെ പറഞ്ഞയക്കാൻ പറ്റും അത്രയും പറഞ്ഞയക്കാം. ഇത് ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് എന്ന് വെച്ചാലേ ഇതിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ സാറിന്റെ മനസ്സിലുണ്ട്, കാഴ്ചപ്പാടുകൾ കുറച്ചും കൂടി ഉണ്ട്, വ്യത്യാസമുണ്ട്. അതിങ്ങനെ കാണുന്നുണ്ട് ആ മുഖത്ത്. ഒരു ചാൻസ് കൊടുക്കാം. ഇതില് ഞാന് പുതിയ, അതായത് മുന്നത്തെ ഒരു വേർഷൻ ഈ സെയിൽസിന്റെ 1.0 ആണെങ്കിൽ ഇതിന്റെ 2.0 ഒരു വേർഷൻ കൂടി ഇപ്പൊ വന്നു. ഇപ്പൊ പഴയ കാലങ്ങളിൽ എന്ന് പറഞ്ഞാല് ഒരു മൊബൈൽ ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വർഷത്തിൽ ഒന്നാണ് ഇറങ്ങുന്നത്. പിന്നെ ഒരു വ്യക്തിക്ക് ആ ടൗണോ ആ ചെറിയ ടൗണേ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ഒരുപാട് സാധ്യതകൾ കൂടുതലായിട്ടായി. ഇപ്പൊ നമ്മുടെ സെയിൽസിൽ അതിന് വേർഷൻ അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ മൊബൈലാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ഇതിനൊരു അപ്ഡേഷൻ വരുന്നുണ്ട്. ആ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയതാണ്, എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയ അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ്, ഇപ്പൊ ഈ രീതിയിൽ ഒരാൾ ഡീല് ചെയ്തു, എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, എൻ്റെ ഫാമിലി അംഗമായി, ഇതേ രീതിയിൽ മറ്റവർക്കും ചെയ്യാം അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം, അവരുടെ കണക്റ്റഡ് ആയിരിക്കണം. അതിനെന്ത് ചെയ്യണം കൂടി ഇതിൽ നമ്മൾ പഠിച്ചിട്ട് ചെയ്യണം. ചിലപ്പോൾ സോഷ്യൽ മീഡിയ ആവാം, ഒരുപാട് മാർഗങ്ങളുണ്ട്. നമ്മൾ ഇന്ന് ഒരുപാട് ഏത് വേൾഡിൽ എവിടെ ഉള്ള കസ്റ്റമർ ആണെങ്കിലും ഇന്ന് കണക്ട് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിലെപ്പോഴും നമ്മൾ അവരായിട്ട് എൻഗേജഡ് ആയിരിക്കണം. നമ്മൾ അവരുടെ ബർത്ത് ഡേറ്റ് ചോദിക്കാം, ആ സമയത്ത് നമുക്ക് അവർ ഗ്രീറ്റിങ്സ് കൊടുക്കാം, അല്ലെങ്കിൽ അവരെ മെയിലിൽ നമ്മുടെ ഓഫറുകൾ വരുന്ന സമയത്ത് മെയിലുകൾ കൊടുക്കാം. അവർ സ്ഥിരമായി അവര് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള ഒരുപാട് മീഡിയകൾ ഇന്ന് ഒരുപാട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ഈ മീഡിയകൾ അവർക്ക് നമ്മളെ സ്ഥിരമായി കാണാനുള്ള ഒരു സാഹചര്യങ്ങൾ ഒരുക്കാം. ഇതും കൂടി ആഡ് ചെയ്തിട്ട് വേണം അവരെന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞേക്കാൻ എന്നുള്ളതാണ് 2.10 വേർഷൻ. 1.0 നിന്ന് ഞാൻ പഠിച്ചത് 2.4 അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇത് ഞാൻ പഠിച്ചത്. വെരി ഗുഡ്.